രാഷ്ട്രീയത്തിലെ ഒരു വിചിത്ര പ്രതിഭാസമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. വളരും തോറും പിളരും, പിളരും തോറും വളരും എന്ന് മാണി സാർ പണ്ട് പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് മാണി സാറിന്റെ മകന്റെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് എമ്മിൽ നടക്കുന്നത് അതൊന്നുമല്ല. അത് വെറും ഒരു തല്ലാണ്. അതും ഒന്നാം തരം അധികാരത്തല്ല്. ഒരു വശത്ത് പാർട്ടിയുടെ അധീപനാകാൻ നോക്കുന്ന ചെയർമാൻ ജോസ് കെ മാണി, മറുവശത്ത് കസേര വിട്ടുതരാൻ സൗകര്യമില്ല എന്ന് പറയുന്ന മന്ത്രി റോഷി അഗസ്റ്റിൻ. ഇവരുടെ ഈ പോര് കണ്ടാൽ തോന്നും കേരള കോൺഗ്രസ് എന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, മറിച്ച് രണ്ടു പേർ വടംവലി നടത്തുന്ന ഒരു വടമാണെന്ന്. എന്തിനാണ് ഈ തല്ല്? നാടിനു വേണ്ടിയാണോ? അണികൾക്ക് വേണ്ടിയാണോ? ഒന്നുമല്ല. മന്ത്രിപ്പണി പോകാതിരിക്കാൻ റോഷി നടത്തുന്ന ചില കൗശലങ്ങളും അതിന്റെ അധികാരം പോകാതിരിക്കാൻ ജോസ് മോൻ നടത്തുന്ന ചില വെപ്രാളങ്ങളുമാണ് ഇന്ന് കേരളം ചർച്ച ചെയ്യുന്നത്. സ്വന്തം ചെയർമാനെ സ്നേഹം കൊണ്ട് ശ്വാസം മുട്ടിച്ചു കൊല്ലുന്ന റോഷിയുടെ രാഷ്ട്രീയ ബുദ്ധി കണ്ടാൽ നമ്മൾ ശരിക്കും അമ്പരന്നു പോകും. പാലായിൽ ജോസിനെ വീണ്ടും കുഴിയിൽ ചാടിക്കുമോ, അതോ റോഷിയെ ജോസ് വെട്ടിനിരത്തുമോ? കേരള കോൺഗ്രസ് എന്ന കപ്പൽ ഈ രണ്ട് ക്യാപ്റ്റന്മാരും കൂടി മുക്കുമോ? ഈ കസേര കളിയുടെ ഉള്ളുകളികൾ നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. ആദ്യം നമുക്ക് റോഷി അഗസ്റ്റിൻ എന്ന മഹാമനസ്കനായ മന്ത്രിയെ കുറിച്ച് പറയാം. റോഷിക്ക് ജോസ് കെ മാണിയോട് ഇപ്പോൾ വല്ലാത്തൊരു സ്നേഹമാണ്. എവിടെ മൈക്ക് കണ്ടാലും റോഷി പറയും, നമ്മുടെ ചെയർമാൻ പാലായിൽ തന്നെ മത്സരിക്കണം, പാലാക്കാർക്ക് അദ്ദേഹത്തെ അത്രയ്ക്കും ഇഷ്ടമാണെന്ന്. എന്തൊരു കരുതൽ! കഴിഞ്ഞ തവണ പാലക്കാർ ജോസിനെ സ്നേഹപൂർവ്വം തോൽപ്പിച്ചു വിട്ടത് റോഷി മറന്നുപോയതാണോ, അതോ വീണ്ടും തോൽപ്പിക്കാൻ ഒരു കുഴി കൂടി വെട്ടുന്നതാണോ എന്ന് ആർക്കെങ്കിലും സംശയം തോന്നിയാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. ജോസിനെ പാലായിൽ കുരുക്കിയിട്ടാൽ റോഷിക്ക് തന്റെ മന്ത്രിപ്പണി സമാധാനമായി കൊണ്ടുപോകാമല്ലോ. എന്തിനാണ് ഈ തല്ലെന്ന് ചോദിച്ചാൽ സംഗതി വളരെ ലളിതമാണ്. കസേര. ജോസ് കെ മാണി നിയമസഭയിൽ എത്തിയാൽ പിന്നെ റോഷിക്ക് തന്റെ ഇന്നോവ കാറിൽ ഇറങ്ങേണ്ടി വരും. ആലോചിക്കുമ്പോൾ തന്നെ റോഷിക്ക് നെഞ്ചുവേദന എടുക്കുന്നുണ്ടാവും. അതുകൊണ്ട് ചെയർമാൻ നിയമസഭയിൽ വരണ്ട, പുറത്തു നിന്ന് പാർട്ടി ഭരിച്ചാൽ മതി, ഭരണം ഞാൻ നോക്കിക്കോളാം എന്നതാണ് റോഷിയുടെ ലൈൻ. ചുരുക്കി പറഞ്ഞാൽ നേതാവ് പുറത്ത്, മന്ത്രി അകത്ത്. എങ്ങനെയുണ്ട് റോഷിയുടെ ഈ ത്യാഗ മനോഭാവം? ഇതിനിടയിൽ റോഷിക്ക് മറ്റൊരു ലൈനുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും പ്രിയപ്പെട്ട ക്ലാസ് മോണിറ്റർ താനാണെന്ന് കാണിക്കാൻ റോഷി ഭയങ്കര കഷ്ടപ്പാടിലാണ്. പാർട്ടി തീരുമാനിക്കുന്നതിന് മുമ്പേ കാര്യങ്ങൾ പ്രഖ്യാപിക്കും. എന്നിട്ട് പറയും, മുഖ്യമന്ത്രിയുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ടെന്ന്. ഇത് കേൾക്കുമ്പോൾ ജോസ് കെ മാണിക്ക് തോന്നുന്നുണ്ടാകും, ഇവൻ എന്റെ പാർട്ടിയിലാണോ അതോ CPM-ലാണോ എന്ന്. സ്വന്തം ചെയർമാനെ നോക്കുകുത്തിയാക്കി റോഷി നടത്തുന്ന ഈ താരപ്പകിട്ട് കണ്ടാൽ തോന്നും കേരള കോൺഗ്രസ് ഇപ്പോൾ റോഷി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണെന്ന്. പണ്ട് മാണി സാർ ഉണ്ടായിരുന്നപ്പോൾ ഈ റോഷിയൊക്കെ പാർട്ടിയുടെ വാതിൽക്കൽ മിണ്ടാതെ നിൽക്കുമായിരുന്നു. അച്ചടക്കം എന്ന സാധനം ഈ പാർട്ടിയുടെ 7 അയലത്ത് പോലുമില്ല. പാർട്ടിക്ക് മുകളിലല്ല മന്ത്രി എന്ന് ജോസ് പക്ഷം പറയുമ്പോൾ ആണോ, എന്നാൽ ഒന്ന് കാണണമല്ലോ എന്നാണ് റോഷിയുടെ ഭാവം. സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടി റോഷിയെ ഒന്ന് വിരട്ടാമെന്ന് ജോസ് കരുതുമ്പോൾ ആ സ്റ്റിയറിംഗ് തന്നെ ഊരിയെടുത്ത് ഓടാൻ നിൽക്കുകയാണ് റോഷി. എന്തുകൊണ്ടാണ് റോഷി ഇത്ര വാശി പിടിക്കുന്നത് അറിയോ? സംഗതി ലളിതമാണ്. ചുവന്ന ബോർഡ് വെച്ച കാറും മന്ത്രി എന്ന പദവിയും അങ്ങനെയൊന്നും വിട്ടുകൊടുക്കാൻ കഴിയില്ല. ജോസ് കെ മാണി വന്നാൽ മന്ത്രിസ്ഥാനം പോകുമെന്ന ഭയം റോഷിയെ വല്ലാതെ വേട്ടയാടുന്നുണ്ട്. അതുകൊണ്ട് ജോസിനെ നിയമസഭയ്ക്ക് പുറത്തു നിർത്തുക, തന്നെ ചോദ്യം ചെയ്യാൻ ആരുമില്ലാത്ത അവസ്ഥയുണ്ടാക്കുക എന്നതാണ് റോഷിയുടെ ലക്ഷ്യം. പാർട്ടി ചെയർമാൻ പുറത്തു നിൽക്കുന്നതാണ് പാർട്ടിക്ക് നല്ലതെന്ന് റോഷി പറയുന്നതിന്റെ അർത്ഥം ചെയർമാൻ പുറത്തിരുന്നാൽ എനിക്ക് അകത്തിരുന്ന് സൂഹിക്കാമെന്ന് തന്നെയാണ്. എങ്ങനെയുണ്ട് റോഷിയുടെ ഈ ഒരു ഡെഡിക്കേഷൻ? കേരള കോൺഗ്രസിൽ പണ്ട് ഒരൊറ്റ അധികാര കേന്ദ്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് KM മാണിയായിരുന്നു. മാണി സാർ തുമ്മിയാൽ പാർട്ടിക്ക് ജലദോഷം പിടിക്കുമായിരുന്നു. ഇന്ന് കാര്യങ്ങൾ മാറി. ഇപ്പോൾ പാർട്ടിക്ക് 2 തലയാണ്. ഒന്ന് ജോസ് കെ മാണി, മറ്റൊന്ന് റോഷി അഗസ്റ്റിൻ. റോഷി ഇപ്പോൾ ഒരു ഷാഡോ ചെയർമാനാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തണലിൽ ഇരുന്നു കൊണ്ട് സ്വന്തം പാർട്ടിയെയും ചെയർമാനെയും പുച്ഛിച്ച് തള്ളുകയാണ് കക്ഷി. CPM-ന്റെ സപ്പോർട്ട് തനിക്കാണെന്ന് വരുത്തി തീർത്ത് പാർട്ടിയെ തന്നെ വിഴുങ്ങാനാണ് റോഷി നോക്കുന്നത്. സത്യത്തിൽ റോഷി ഏത് പാർട്ടിയിലാണെന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. പാവം അണികൾ. മാണി സാർ ഉണ്ടായിരുന്നപ്പോൾ അഭിമാനത്തോടെ നടന്നവരാണവർ. ഇന്ന് നേതാക്കൾ തമ്മിൽ ചാനലിൽ ഇരുന്ന് തല്ലുന്നത് കാണേണ്ടി വരുന്ന ഗതികേടിലാണ് അവർ. UDF-ൽ നിന്ന് LDF-ലേക്ക് വരുന്നത് ഗുണമായോ എന്ന് ചോദിച്ചാൽ ഗുണമായത് റോഷിക്ക് മാത്രമാണെന്ന് പറയേണ്ടി വരും. അടുത്ത ഇലക്ഷൻ വരുമ്പോഴേക്കും ഈ പാർട്ടി 2 ഇലയിലല്ല, വെറും ചുള്ളിക്കമ്പ് പോലുമില്ലാത്ത അവസ്ഥയിലാകുമോ എന്നാണ് നിരീക്ഷകർ ചോദിക്കുന്നത്. ജോസ് കെ മാണി വിചാരിക്കുന്നത് മാണി സാറിന്റെ മകനായതുകൊണ്ട് പാർട്ടി തന്റെ കുടുംബ സ്വത്താണെന്നാണ്. എന്നാൽ റോഷി അഗസ്റ്റിൻ ഇപ്പോൾ പറയാതെ പറയുന്നത് മാണി സാറിന്റെ രാഷ്ട്രീയം പഠിച്ചത് ഞാനാണ്, അതുകൊണ്ട് യഥാർത്ഥ മാണി ഞാനാണെന്നാണ്. മാണി സാറിന്റെ വിലാസം ഉപയോഗിച്ച് വോട്ട് പിടിക്കാൻ ജോസ് നോക്കുമ്പോൾ മാണി സാറിന്റെ വികസന നായകന്റെ പ്രതിച്ഛായ തനിക്ക് വേണമെന്ന് റോഷി വാശി പിടിക്കുകയാണ്. അപ്പന്റെ പേര് മകന്, പക്ഷെ അപ്പന്റെ അധികാരം എനിക്ക്. ഇതാണ് റോഷിയുടെ ലൈൻ.
റോഷി അഗസ്റ്റിൻ ഇടുക്കിയിൽ ഒരു സമാന്തര സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുത്തിട്ടുണ്ട്. ഇടുക്കിയിലെ പാർട്ടി സംവിധാനം ഇപ്പോൾ ജോസ് കെ മാണിയെ അല്ല, റോഷി അഗസ്റ്റിനെയാണ് വണങ്ങുന്നത്. പണ്ട് KM മാണിക്ക് പാല എങ്ങനെയോ അതുപോലെ ഇടുക്കിയെ മാറ്റാനാണ് റോഷി നടക്കുന്നത്. പാർട്ടിയുടെ ഫണ്ടും സംവിധാനങ്ങളും ഇടുക്കി കേന്ദ്രീകരിച്ച് റോഷി തന്റെ വ്യക്തിപരമായ വളർച്ചയ്ക്ക് ഉപയോഗിക്കുന്നു എന്നൊരു ഗൗരവകരമായ ആരോപണം ജോസ് പക്ഷത്തിനുണ്ട്. ഇടുക്കിയിൽ ജോസ് കെ മാണി വന്നാൽ പോലും റോഷിയുടെ അനുവാദമില്ലാതെ ഒരു ഇല അനങ്ങില്ല എന്ന അവസ്ഥയാണിന്ന്. ഇനി ഇതാണ് ഏറ്റവും വലിയ തമാശ. മാണി സി കാപ്പനും റോഷി അഗസ്റ്റിനും തമ്മിൽ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടോ എന്ന് ജോസ് പക്ഷം സംശയിക്കുന്നു. പാലായിൽ ജോസ് കെ മാണി തോറ്റാൽ അത് റോഷിക്ക് സന്തോഷം, കാപ്പാന് സീറ്റ് ലാഭം. ഇതിനെയാണ് രാഷ്ട്രീയത്തിൽ വിൻ വിൻ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. കാപ്പാനെ പുകഴ്ത്തി സംസാരിക്കുന്നതിലൂടെ റോഷി ലക്ഷ്യം വെക്കുന്നത് ജോസിന്റെ പതനമാണ്. ശത്രുവിന്റെ ശത്രു മിത്രം എന്ന തത്വം വെച്ച് കാപ്പാനെ കൂട്ടുപിടിച്ച് സ്വന്തം ചെയർമാനെ ഒതുക്കാൻ റോഷി ശ്രമിക്കുന്നുണ്ടോ എന്നത് വലിയൊരു ചോദ്യമാണ്. ഒരുപക്ഷെ പാർട്ടി പിളർന്നാൽ 2 ഇല ചിഹ്നം ആർക്ക് കിട്ടും? റോഷിക്ക് ഇപ്പോൾ MLA മാരുടെ പിന്തുണയുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമം വെച്ച് നോക്കിയാൽ ജനപ്രതിനിധികളുടെ പിന്തുണയുള്ളവർക്കാണ് ചിഹ്നം കിട്ടുക. അതുകൊണ്ട് തന്നെ ജോസ് കെ മാണിയേക്കാൾ കൂടുതൽ ഭയപ്പെടേണ്ടത് റോഷിയാണ്. ചിഹ്നം പോയാൽ ജോസ് കെ മാണി വെറും വട്ടപൂജ്യമാകുമെന്ന് റോഷിക്കറിയാം. ഈ ഭീഷണി ഉയർത്തിയാണ് റോഷി ഇപ്പോൾ പാർട്ടിയിൽ അഴിഞ്ഞാടുന്നത്. CPM-നും CPI-ക്കും ശേഷം ഇടതു മുന്നണിയിലെ 3ാമത്തെ ശക്തിയായി മാറാൻ റോഷിക്ക് പൂതിയുണ്ട്. പക്ഷേ അത് ജോസ് കെ മാണിയുടെ കീഴിലല്ല, തന്റെ നേതൃത്വത്തിൽ വേണമെന്ന് റോഷി ആഗ്രഹിക്കുന്നുണ്ട്. CPM-ന് വിശ്വസിക്കാൻ കൊള്ളുന്ന ആൾ താനാണെന്ന് വരുത്തി തീർത്ത് ഭാവിയിൽ LDF കൺവീനർ സ്ഥാനം പോലും ലക്ഷ്യം വെച്ചാണ് റോഷി നീങ്ങുന്നത്. ഇതിനിടയിൽ ജോസ് കെ മാണി ഒരു തടസ്സമാണെങ്കിൽ അദ്ദേഹത്തെ മാറ്റാൻ റോഷിക്ക് മടിയുണ്ടാവില്ല. പഴയ മാണി ഗ്രൂപ്പുകാർക്ക് ജോസ് കെ മാണിയോട് ഒരു വൈകാരിക ബന്ധമുണ്ട്. എന്നാൽ പുതിയ തലമുറയിലെ അണികൾക്ക് അധികാരം എവിടെയാണോ അങ്ങോട്ട് പോകാനാണ് താല്പര്യം. റോഷിക്ക് അധികാരമുണ്ട്, പണമുണ്ട്, സ്വാധീനമുണ്ട്. അതുകൊണ്ട് പുതിയ അണികൾ റോഷിക്കൊപ്പമാണ് നിൽക്കുന്നത്. പാർട്ടിക്കുള്ളിൽ ഒരു ജനറേഷൻ ഗ്യാപ്പ് റോഷി കൃത്യമായി ഉപയോഗിക്കുന്നുണ്ട്. ഇത് ജോസ് കെ മാണിയുടെ അടിത്തറ ഇളക്കുകയാണ്. ഈ അധികാര തർക്കങ്ങൾ കാണുമ്പോൾ നമ്മൾ സാധാരണക്കാർ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഇതൊക്കെ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയാണോ? കേരളത്തിലെ കർഷകർ അനുഭവിക്കുന്ന വിലക്കയറ്റത്തെ കുറിച്ചോ റബ്ബർ കർഷകരുടെ കണ്ണീരിനെ കുറിച്ചോ സാധാരണക്കാരന്റെ പട്ടിണിയെ കുറിച്ചോ ചർച്ച ചെയ്യാൻ ഇവർക്ക് നേരമില്ല. പകരം അടുത്ത തവണ ആരാകും മന്ത്രി, ആരെവിടെ മത്സരിക്കണം എന്നൊക്കെയുള്ള കണക്കെടുപ്പിലാണ് ഇവർക്ക് താല്പര്യം. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം അണികളെയും ജനങ്ങളെയും ഓർക്കുന്നവരാണ് ഈ നേതാക്കൾ. വോട്ട് കിട്ടാൻ വേണ്ടി മാണി സാറിന്റെ പേരും പറഞ്ഞു വരും. വോട്ട് കിട്ടി മന്ത്രിയായാൽ പിന്നെ ചെയർമാനെ എങ്ങനെ ഒതുക്കാം, അടുത്ത തവണ എങ്ങനെ സീറ്റ് ഉറപ്പിക്കാം എന്നായി ചിന്ത. പാവം അണികൾ വെയിലത്ത് നടന്ന് പോസ്റ്റർ ഒട്ടിക്കുമ്പോൾ നേതാക്കൾ എയർ കണ്ടീഷൻ മുറിയിലിരുന്ന് പരസ്പരം പാരവെക്കുകയാണ്. ഈ നേതാക്കളുടെ ആഡംബര ജീവിതവും അധികാര കസേരയും നിലനിർത്താൻ വേണ്ടി അണികൾ എന്തിനാണ് ഇങ്ങനെ തമ്മിൽ തല്ലുന്നതെന്ന് ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു. പാർട്ടിയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് റോഷി പറയുമ്പോഴും അച്ചടക്കം പാലിക്കണമെന്ന് ജോസ് പറയുമ്പോഴും ഇതിന്റെയൊക്കെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് പച്ചയായ അധികാരമോഹമാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ ആവേശം ഇവർ കാണിച്ചിരുന്നെങ്കിൽ കേരളം എപ്പോഴേ സ്വർഗമായേനെ. സ്വന്തം പാർട്ടിക്കുള്ളിലെ പുകയുന്ന പ്രശ്നങ്ങൾ തീർക്കാൻ കഴിയാത്തവരാണോ നാട് ഭരിക്കാൻ പോകുന്നത്? അധികാരമില്ലെങ്കിൽ ഇവർക്ക് രാഷ്ട്രീയമില്ല, സേവനവുമില്ല. ഒരു മന്ത്രിസ്ഥാനത്തിന് വേണ്ടി സ്വന്തം പാർട്ടിയെയും ചെയർമാനെയും ബലി കൊടുക്കാൻ തയ്യാറാകുന്ന റോഷി അഗസ്റ്റിന്റെ രാഷ്ട്രീയത്തിന് മുന്നിൽ ജനങ്ങൾ വെറും കാഴ്ചക്കാർ മാത്രമാണ്. ഇതൊരു സിനിമ പോലെയാണ്. ഇതിൽ നായകനും വില്ലനും തിരക്കഥയുമുണ്ട്. പക്ഷേ ഇതിലെ ഇരകൾ നമ്മൾ ജനങ്ങളാണ്. അധികാരം കയ്യിലിരിക്കുമ്പോൾ അത് ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിന് പകരം ശത്രുക്കളെ ഒതുക്കാനും സ്വന്തം സ്വാധീനം വർദ്ധിപ്പിക്കാനും ഉപയോഗിക്കുകയാണ്. റോഷി അഗസ്റ്റിൻ CPM-ന്റെ പിന്തുണ തേടുന്നത് ജനങ്ങളെ സഹായിക്കാനല്ല, മറിച്ച് സ്വന്തം മന്ത്രിപ്പണി കാത്തു സൂക്ഷിക്കാനാണ്. ഇതിനെയാണോ നമ്മൾ രാഷ്ട്രീയം എന്ന് വിളിക്കേണ്ടത്? നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് മുദ്രാവാക്യം വിളിക്കുന്നത്? നിങ്ങൾ വിയർപ്പൊഴുക്കി ജയിപ്പിക്കുന്ന നേതാക്കൾ അവസാനം അവരുടെ സുഖത്തിന് വേണ്ടി പരസ്പരം വെട്ടുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ? കേരള കോൺഗ്രസ് എമ്മിലെ ഈ തർക്കം ഒരു പാഠമാണ്. നേതാക്കൾക്ക് അവരുടെ അധികാരം മാത്രമാണ് വലുത്. അണികളും ജനങ്ങളും അവർക്ക് വെറും നമ്പറുകൾ മാത്രമാണ്. ഈ അധികാരത്തല്ല് അവസാനിക്കുന്നത് എവിടെയായാലും തോറ്റു പോകുന്നത് ജനങ്ങളാണെന്ന് നമ്മൾ മറക്കരുത്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.